നമസ്കാരം. പുതിയ വിഷയം ബർത്ത് സർട്ടിഫിക്കറ്റിലെ തിരുത്തലിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ഈ ഇത്തരത്തിൽ ഒരു കണ്ടന്റ് എടുക്കുമ്പോൾ എപ്പോഴും ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അഡീഷണലായിട്ട് നമുക്ക് അറിയുന്നതും നമ്മൾ സെർച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തതുമായുള്ള കാര്യങ്ങളൊക്കെ കൂടി അഡീഷണലായിട്ട് പറയാറുണ്ട്. ഇപ്പം ഞാൻ ആദ്യം ആമുഖമായിട്ട് പറയാണ്, അതിൽ കമൻറ്റിൽ ചില ആൾക്കാർ പറയാറുണ്ട്, ഇത്ര വലിച്ചു നീട്ടുന്നത് എന്തിനാ, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ എന്ന്. നമ്മൾ എപ്പോഴും ഏറ്റവും താഴേക്കിടയിൽ കാര്യങ്ങൾ തീരെ ധാരണ ഇല്ലാത്തവരെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു വീഡിയോ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കിത് ബോറായിരിക്കും ചിലപ്പം കുറച്ച് പറയും, കൂടുതൽ പറയുമ്പോൾ. അപ്പോൾ അത്തരക്കാർ ദയവായിട്ട് നമ്മൾ സ്പീഡ് ഒരു 1.x സ്പീഡ് കൂട്ടി കേൾക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടെ. നമുക്ക് ഒരു വാചകത്തിലോ രണ്ട് വാചകത്തിലോ പറയുമ്പോൾ അതിൻ്റെതായ ഒരു സോക്കറ അതിനും ഉണ്ടായിരിക്കും. അതാണ് പറയാനുള്ളത്. എനിവേ, അത് എൻ്റെ മാന്യ ശ്രോതാക്കൾ ഇതൊക്കെ മനസ്സിലാക്കും എന്ന ഒരു വിശ്വാസത്തോടെ നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു വലിയ ഒരു കീറാമുട്ടിയായിരുന്നു ഇത്രയും കാലം. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിലെ തിരുത്ത്, സ്കൂളിലെ തെറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് തെറ്റ്, രണ്ടിടത്തും തെറ്റ്, അല്ല ഒരിടത്ത് തെറ്റ്, അത് ഇവിടുത്തെ തിരുത്തി അപ്പുറം തിരുത്തുന്ന അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മളിത് ആദ്യകാലം മുതൽ വന്നാൽ മുൻകാലങ്ങളിൽ വീടുകളിൽ വെച്ച് ജനനം നടക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ജനന രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് രക്ഷിതാക്കൾ നേരിട്ട് പോയി സത്യവാങ്മൂലം കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തുമായിരുന്നു അന്നത്തെ കാലത്ത്. എന്നാൽ മിക്കവാറും രക്ഷിതാക്കളെ ആ വഴിക്ക് പോകാറേ ഇല്ല. ഫലത്തിൽ അങ്ങനെയൊരു ജനന രജിസ്ട്രേഷൻ, മരണവും അങ്ങനെ തന്നെയാണ്, ജനന മരണ രജിസ്ട്രേഷനുകൾ ആദ്യകാലത്ത് നടന്നിരുന്നില്ല. അതിനാൽ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഇല്ലായിരുന്നു. അതിനാൽ അന്ന് സ്കൂളിൽ ചേരുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട. ഇന്നിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും വേണം, ആധാറും വേണം. അന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. രക്ഷിതാവ് പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ ആ കുട്ടിക്ക് ഇടുക. അത് മിക്കവാറും മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. കുട്ടിക്ക് 5 വയസ്സ് തികയുന്നതിന് കണക്കാക്കിയിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങിടും. ഇനി രക്ഷിതാവിന് അതൊരു ധാരണ ഇല്ലെങ്കിൽ ഹെഡ്മാഷ് അയാൾക്ക് തോന്നുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇടും. ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ ജനനങ്ങളും തന്നെ നടക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ബർത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ വീടുകളിൽ നടക്കാറില്ല, ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഈ ജനന രജിസ്ട്രേഷൻ നടത്തുന്നതും ഹോസ്പിറ്റലുകാരാ. മരണവും അങ്ങനെ തന്നെയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് മരണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലുകാരാണ്. അല്ലെങ്കിൽ അവിടെ വെച്ച് നടക്കുന്ന ബർത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത് ഹോസ്പിറ്റലുകാരാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവർ ഹോസ്പിറ്റലുകാർ ഈ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ അതോറിറ്റി നമ്മളോട് വിവരങ്ങളൊക്കെ ആരാഞ്ഞ് അതിനുശേഷം റിപ്പോർട്ടൊക്കെ ആക്കി അതിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അവർ ഈ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ കൊണ്ടുപോയി അവർ രജിസ്റ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വിവരങ്ങൾ നൽകുന്ന സമയത്ത് വസ്തുതാപരമായ പല തെറ്റുകളും കടന്നു കൂറാറുണ്ട് സാധാരണഗതിയിൽ. ഇപ്പോൾ അതിൽ ഏറ്റവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ ചില SLC ബുക്ക് എടുത്തു നോക്കിയാൽ അച്ഛൻ ഇനീഷ്യൽ ഉണ്ടാവില്ല, അമ്മയ്ക്ക് ഇനീഷ്യൽ ഉണ്ടാവില്ല. രണ്ടുപേർക്കും ഇനീഷ്യൽ എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ അന്നത്തെ ഹോസ്പിറ്റലിൽ കൊടുത്ത ഡീറ്റെയിലിൽ ഇനീഷ്യൽ ഇല്ല, അവരത് എഴുതിയിട്ടുമില്ല, ബർത്ത് സർട്ടിഫിക്കറ്റിൽ അതാ വന്നത്. അതുകൊണ്ട് ഇവിടെ അഡ്മിഷൻ രജിസ്റ്ററിലും അങ്ങനെ തന്നെ വന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ വളരെ ലളിതമാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. അപ്പം ഇതിൽ വരുന്ന തെറ്റുകൾ പ്രധാനപ്പെട്ടും ഈ ഒന്ന്, അച്ഛൻ്റെ അമ്മയ്ക്കും ഇനീഷ്യൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ വിളിപ്പേരായിരിക്കും കൊടുക്കുന്നത്. അച്ഛൻ്റെ യഥാർത്ഥ പേര് രേഖകളിലൊക്കെ അച്ഛൻ്റെ പേര് യഥാർത്ഥത്തിൽ വേറൊന്നായിരിക്കും. എന്നാലും ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അച്ഛനെ നാട്ടിൽ വിളിക്കുന്ന ഒരു പേരായിരിക്കും കൊടുക്കുക. പിന്നെ പേരുകൾ എഴുതുമ്പോൾ സ്പെല്ലിങ്ങുകൾ തെറ്റുവരിക. പേരിനൊപ്പം, കല്യാണമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ പേരിനൊപ്പം ഭർത്താവിൻ്റെ പേര് കൂടി ചേർക്കുക. പിന്നെ വിലാസത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ ചില വീട്ടുപേരൊക്കെ ഏതെങ്കിലും ഒരു അക്ഷരം മാറുമ്പോൾ തന്നെ വീട്ടുപേരേ മാറിപ്പോവും. അങ്ങനെ ഉള്ള വീട്ടുപേരുകളുണ്ട്.
അപ്പൊ ഇതൊക്കെ പിന്നീട് എവിടെയെങ്കിലും ചെയ്യുന്ന മറ്റൊരു ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോഴാണ് ഈ തെറ്റുകളൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമുക്കറിയാം 1988 മുതൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ശരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകളും അപൂർണതകളും, പൂർണ്ണമല്ലായിരിക്കാം, തെറ്റുകൾ ഉണ്ടാവും, ഇനീഷ്യൽ പോലെ കാര്യമുള്ള കാര്യങ്ങൾ പൂർണ്ണമല്ലാതിരിക്കുക, കുട്ടികളുടെ ശരിക്കും ഉപരിപഠനത്തെയും വിദേശങ്ങളിൽ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നവരെ, അല്ലെ വിദേശത്തെ ഉപരിപഠനത്തിന് പഠനത്തിന് പോകാൻ പോകുന്നവരെയൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ വീട്ടുപേര് നമ്മളെല്ലാം സസൂക്ഷ്മം പരിശോധിച്ച് നമ്മൾ പറയുന്ന നമ്മുടെ വീട്ടുപേരായിരിക്കില്ല രേഖയിൽ വന്നിട്ടുണ്ടാവും, അക്ഷരം മാറി, അപ്പൊ പേര് വായിക്കുന്നതും മാറി. അപ്പൊ പിന്നെ പോയി തൽക്കാല കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും? 1 and same സർട്ടിഫിക്കറ്റ് മേടിക്കും. ഈ 1 and same സർട്ടിഫിക്കറ്റിലും ഒതുങ്ങാത്ത ഒരുപാട് കേസുകൾ നമുക്ക് കാര്യങ്ങൾ സാധിക്കാനായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സൗകര്യം, ഈ തിരുത്തൽ വളരെ എളുപ്പമാക്കിയത് സ്വാഗതാർഹമാണ്. ഒരുപാട് പേർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ പിന്നീട് നമുക്ക് ഇതിന്റെ തിരുത്തലൊക്കെ വളരെ ലളിതമാക്കി ആരുടെയെങ്കിലും കേസിൽ അല്ലെങ്കിൽ നമ്മളുടെ പേരമക്കളുടെ കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് അത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരുപാട് നമ്മൾ കുടിയേറ്റം നടക്കുന്ന കാലഘട്ടം അത്. യൂറോപ്യൻ കൺട്രീസിലെ ഓസ്ട്രേലിയയിലേക്ക്, അമേരിക്കയിലേക്കൊക്കെ കുടിയേറ്റം നടക്കുകയാണ് ശരിക്കും ഇപ്പോൾ. അപ്പൊ ഇവിടെ നിന്ന് ഒരുപാട് പേര് അങ്ങനെ പോകുമ്പോൾ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടെ ഈ പിന്നെ ഇത് ബർത്ത് സർട്ടിഫിക്കറ്റിലും അതിനുള്ള രേഖകളും എല്ലാം സെയിം ആയിരിക്കണം. പാസ്പോർട്ട്, പിന്നെ ആധാർ, ഇത്തരം രേഖകളൊക്കെ എല്ലാം സെയിം ആയിട്ട് മാത്രമേ നമുക്ക് അവിടത്തേക്കുള്ള വിസയൊക്കെ വളരെ എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്ത് പോവുള്ളൂ. മാത്രമല്ല, ഈ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ അവിടെ സർനെയിമിനാണ് പ്രാധാന്യം കൂടുതൽ. സർനെയിമിന് പ്രാധാന്യം കൂടുതലുള്ള നാടാണ് യൂറോപ്യൻ കൺട്രീസ്. അപ്പൊ ഈ ഒരു ഇത്രയൊക്കെ സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. SLC ബുക്കിൽ തെറ്റ് വന്നാൽ തിരുത്തണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും. ചില കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്. SLC ബുക്കിൽ തെറ്റ്, അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വരിക. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിലും തെറ്റാണെങ്കിൽ പിന്നെ തിരുത്തൽ നടക്കില്ല, അതിന് തെറ്റിയ ഒരു രേഖയില്ല. അപ്പൊ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതിന് പിന്നെ ചെയ്യുന്ന മറ്റു പല മാർഗങ്ങളും ഉണ്ട്. സ്കൂളിൽ നിന്ന് ആദ്യം ഒരു സർട്ടിഫിക്കറ്റ് എഴുതി ഉണ്ടാക്കി കൊണ്ടുപോയി പിന്നെ മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിൽ തിരുത്തി അവിടുന്ന് വീണ്ടും ഒറിജിനൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി, അങ്ങനെയൊക്കെ പല രീതികളും അവലംബിക്കാറുണ്ട്. എന്നാലേ ബർത്ത് സർട്ടിഫിക്കറ്റില് ഇനിയിപ്പോ ഇങ്ങനെ രണ്ടിടത്തും തെറ്റി, SLC സ്കൂളിലെ രേഖകളിൽ തെറ്റാണ്, ബർത്ത് സർട്ടിഫിക്കറ്റിലും തെറ്റാണ്. അപ്പൊ സ്കൂളുകാരെന്ത് പറയും? നിങ്ങൾ പോയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വാ, അത് വെച്ചാലേ ഞങ്ങൾക്ക് ഇവിടെ തിരുത്താൻ പറ്റുള്ളൂ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ത് പറയും? നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് സ്കൂൾ പ്രവേശന രജിസ്റ്ററിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടാ, അത് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ തിരുത്താം. പക്ഷെ ഇതെന്താ സത്യം? രണ്ടുപേർക്കും തിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. രണ്ടിടത്തും തെറ്റുണ്ടെങ്കിൽ എവിടെയാണോ ശരി അവിടെ വെച്ചിട്ട് മറ്റേത് തിരുത്താം. അപ്പോ ഇങ്ങനെ എന്നിട്ട് ഈ പ്രശ്നങ്ങൾ നിൽക്കുന്ന കേസുകളിൽ ഇത്രയും കാലം തിരുത്തണമെങ്കിൽ ഒരു നോട്ടറിയുടെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. നോട്ടറി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. ആ അഡ്വക്കേറ്റിന് നോട്ടറി പദവി ഉണ്ടാവും. അതായത് അറ്റസ്റ്റേഷൻ പവർ നൽകിയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും മിക്കവാറും നോട്ടറി എന്ന് പറയുന്നത്. ആ നോട്ടറിയുടെ സർട്ടിഫിക്കറ്റ് വേണം. 2 ഗസറ്റഡ് ഓഫീസർമാരുടെ സർട്ടിഫിക്കറ്റ് വേണം. വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. നേരത്തെ ഇതാ ഇപ്പോൾ എടുത്തു കളഞ്ഞത്. ഇത്രയും സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ പിന്നെ മറ്റു ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കും. അതെല്ലാം പരിശോധിച്ചിട്ടാണ് ഇപ്പോൾ നോക്കുക. നോട്ടറി എടുത്ത് പോയി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, 2 ഗസറ്റഡ് ഓഫീസർമാരെടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അവരെ സർട്ടിഫിക്കറ്റ് അവരെ നേരിട്ട് പരിചയമില്ലാത്തവരാണെങ്കിൽ കൊടുക്കൂല. പിന്നെ വില്ലേജ് ഓഫീസർ അന്വേഷിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച മറ്റു രേഖകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതുവരെ ഇത്തരം ഗുരുതരമായ തെറ്റുകൾ തിരുത്തിയിരുന്നുള്ളൂ എന്നതാണ് സത്യം. ഈ കാര്യങ്ങൾക്കാണ് ഇപ്പം മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ജനന മരണ രജിസ്ട്രേഷനുകളിലെ വസ്തുതാപരമായ തെറ്റുകൾ തിരുത്താൻ നിലവിലുള്ള വിവരം തെറ്റാണെന്നും ശരിയായ വിവരം എന്താണെന്നും ഉള്ള ഒരു രേഖ വേണം. ആ രേഖ നമ്മുടെ അടുത്ത് എന്തായാലും ഉണ്ടാവും. നമ്മുടെ പല രേഖയുണ്ട്. ആ രേഖയിൽ ഏതെങ്കിലും രേഖകൾ അങ്ങനെ പറയും, ശരിയായ വീട്ടുപേരില്ല, അല്ലെ ശരിയായ എൻ്റെ പേര് ഇതാണ്, ആ ഇനീഷ്യൽ ഇതാണ് എന്ന് പറയുന്ന രേഖയുണ്ടാവും. ആ രേഖയോടൊപ്പം
രണ്ട് വിശ്വസനീയ വ്യക്തികളുടെ സത്യപ്രസ്താവനയും വേണം. ആ സത്യപ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ, അപ്പൊ സാധാരണഗതിയിൽ ഈ വിശ്വസനീയമായ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ പിന്നെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ, അതായത് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് വേണ്ടി വരിക? മിക്കവാറും ഒരു വീട്ടിലെ ഗൃഹനാഥനോ അച്ഛനോ അമ്മയോ ഒക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ബാക്കി അവശേഷിക്കുന്നവരുടെ മെമ്പർഷിപ്പ് അത് ലഭിക്കണമെങ്കിൽ നമ്മളുടെ സ്വന്തം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് വ്യക്തികളെ കൂട്ടിക്കൊണ്ടു പോകണം. അവരുടെ ആധാർ വേണം, ആ രേഖകളൊക്കെ അവരുടെ വേണം. എന്നതിന് ശേഷം അതൊരു നടപടിക്രമമാണ്. വില്ലേജ് ഓഫീസർ ഇവരുടെ മൊഴി എടുക്കും. മൊഴി അവിടെ ഫോറത്തിൽ രേഖപ്പെടുത്തും. ഇന്ന ആൾക്കാർ ഇന്ന കാലഘട്ടത്തിൽ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ആശ്രിതരായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ഇന്ന 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 ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഴി അവരെടുക്കും. അത് കൂടാതെ വില്ലേജ് ഓഫീസർ ഒരു അന്വേഷണവും നടത്തും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതേപോലെ രണ്ട് വിശ്വസനീയ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ തന്നെ മതി, ആ രണ്ട് വ്യക്തികളുടെ സത്യപ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ രജിസ്ട്രാർക്ക് തിരുത്താം. വളരെ സിമ്പിള്. നമുക്കറിയാം, ജനന മരണ രജിസ്ട്രേഷനുകൾ നടക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലാണ്. ആ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ ഈ ജനന മരണ രജിസ്ട്രേഷനുകൾക്ക് അത് ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾക്ക് എന്തു പറയും? ജനന മരണ രജിസ്ട്രാർ എന്ന് പറയും. ആ രജിസ്ട്രാറാണ് തിരുത്തുന്നത്. അപ്പൊ തിരുത്താൻ എന്തൊക്കെ വേണം? ഒന്നുമില്ല. ഈ ഇത് തെറ്റാണ്, ശരിയായ വിവരം എന്താണ്, ആ തെറ്റ് സംഭവിച്ച ശരിയായ വിവരം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖ. രണ്ട് വ്യക്തികളുടെ, വിശ്വസനീയ വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരും വിശ്വസനീയ വ്യക്തികൾ തന്നെയാണ്, രണ്ട് വിശ്വസനീയ വ്യക്തികളുടെ സത്യപ്രസ്താവനയും കൊടുത്താൽ, അത് ഈ രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും രജിസ്ട്രാർക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെ മരണ സർട്ടിഫിക്കറ്റിന്റെ രജിസ്റ്റർ തിരുത്താം. രജിസ്റ്റർ തിരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ തിരുത്ത് ഉള്ള സർട്ടിഫിക്കറ്റ് പുതിയതായിട്ട് ലഭിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റ് അല്ല തിരുത്തുന്നത്, രജിസ്ട്രാർ തിരുത്തുന്നത് ആ ജനന മരണ രജിസ്റ്ററാണ്. അതാണ് ഈ പുതിയ ഒരു ലിബറലൈസ്ഡ് അനൗൺസ്മെന്റ് എന്ന രീതിയിൽ വന്നതാണ്. ഒരുപാട് പേർക്ക് ഇപ്പൊ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ പല അബദ്ധങ്ങൾ പറ്റുന്ന എല്ലാവർക്കും തന്നെ ഇങ്ങനെ തിരുത്താൻ വേണ്ടി കഴിയും. വളരെ ലളിതമാണ്. എല്ലാവർക്കും വേണ്ടി ഞാനതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. പിന്നെ അത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.